ഗൈസ് ഔട്ട്രോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇൻട്രോ എടുത്തിട്ട് പോലില്ലായിരുന്നു. അതുകൊണ്ട് ഇൻട്രോ നമുക്ക് ഫസ്റ്റ് ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് സിംഗ് മച്ചാൻ്റെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരും ബാക്കിലില്ല, ശരിയാ എല്ലാവരും വീഡിയോ ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ് എൻ്റെ പൊന്നോ. രാവിലെ ഏകദേശം ഒരു 6:30 ടൈമിൽ ഇറങ്ങിയേക്കാണ് ഓടാൻ വേണ്ടി. ഗൈസ് എന്താണെന്ന് പറയുമ്പോൾ 2 മാസം കിട്ടി ഇപ്പോൾ കാറ്റർ വർക്കിന് പോയാറുണ്ട്. നന്നായിട്ട് ഫുഡ് അടിച്ച് കയറ്റിയിട്ടുണ്ട്, അതിൻ്റെ ആണെന്ന് തോന്നുക. എൻ്റെ പൊന്നോ, കുറേ ആൾക്കാരൊക്കെ നടക്കാനും ഉണ്ട്, കുറേ ആൾക്കാർ ഓടാനും ഉണ്ട്. എന്തായാലും ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ നടന്നു വന്നു. ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഓടണമെന്നുണ്ട്. ഗൈസ് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമ്മൾ ഇപ്പോൾ എൻ്റെ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ടില്ലേ, ആ കൈ ഇങ്ങനെ പിടിക്കൽ ഞാൻ ഒഴിവാക്കാണ്. അപ്പോൾ ഞാൻ ട്രൈപോഡ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവസാനം 9-ാം തീയതി ഉള്ളൂ. അത് ഞാൻ വരുമ്പോൾ എൻ്റെ അൺബോക്സിങ് വീഡിയോ കാണിക്കാം. ഗൈസ് രാവിലെ തന്നെ കുറേ നാളെ രാവിലെയൊക്കെ തന്നെ എണീച്ചിട്ട് ഇപ്പോൾ പെട്ടെന്ന് എണീച്ച് ഇങ്ങനെ കിടന്ന് ഓടുമ്പോൾ ഒരു എന്താ പോലെ സൗണ്ടൊക്കെ അടിഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നത്. മൂക്കിൽ നിന്നൊക്കെ രാവിലെ വെള്ളം വന്നു. എന്താവട്ടെ, ഞാൻ ഇനി കുറച്ച് നേരം പോയി ഓടിയിട്ട് വന്ന് കാണാം ഗൈസ്. ഗൈസ് ഇപ്പോൾ ഏകദേശം ഒരു ശ്വാസം നടക്കട്ടെ. ഏകദേശം ഇപ്പോൾ ഒരു കുറച്ച് ഓടിയിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ കോളേജിൽ പോകണം. വൈകിട്ടാണ് വേറൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ആ ലാസ്റ്റ് കാര്യം പറയാം. ഒരു സർപ്രൈസാണ്. ആ സർപ്രൈസ് അടുത്ത വീഡിയോയിലുണ്ടാവും. എന്തായാലും നിങ്ങൾ വെയിറ്റ് ഫോർ ദ ലാസ്റ്റ് വീഡിയോ, ലാസ്റ്റ് മിനിറ്റ്. ഓക്കെ, ചെരുപ്പ് കിട്ടും. മെച്ചേ അവിടെ അസ്സലാമു അലൈക്കും. ഗോ ടു കോളേജ്. A few minutes later. എന്നാ വെയിലാണ് ഗീസ്, എൻ്റെ പൊന്നോ. ഇനിയിപ്പോൾ വെയിലത്തേക്ക് നടക്കാൻ പറ്റൂല. എന്നാലും ഇപ്പോൾ കോളേജ് കഴിഞ്ഞിട്ടുണ്ട്, ഉച്ചവരെ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ ആ സ്ഥലത്തേക്ക് പോകണം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ സ്ഥലം, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയാനുള്ള കാര്യം, അതൊരു സർപ്രൈസാണ്. അത് നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് ആ സർപ്രൈസ് കാണിക്കാൻ പോകണം. ഓക്കെ, ഗോ. എനിക്ക് നന്നായിട്ട് ജലദോഷം വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. മൂക്കിൽ നിന്നൊക്കെ വെള്ളം വേണ്ട കേസ്. നല്ല തുമ്മലും ഉണ്ടായിരുന്നു. എന്തായാലും വരാനുള്ള വൈകിട്ടൊന്നുമില്ല, ജസ്റ്റ് ബസ് കയറാം. ഓക്കെ, ഗേസ് ഇപ്പം ഞാനിങ്ങനെ എന്തിട്ടാ ഇപ്പം കോളേജ് കഴിഞ്ഞു. എന്നെ കൊണ്ട് പറ്റില്ല കേസ്. ഞാൻ ഇങ്ങനെ പയ്യെ സംസാരിച്ചിട്ട് എന്നെ കൊണ്ട് പയ്യെ സംസാരിച്ചിട്ട് എന്തോ ഒരു അസ്വസ്ഥത പോലെ. അപ്പം ഞാൻ നേരെ ആലുവക്ക് കയറി പോകേണ്ട ബസ്സിൽ നേരെ ഇവിടെ നിന്ന് കിഴിലത്ത് ഇറങ്ങിയെങ്കിൽ ആരും കാണാനൊന്നുമല്ല. ജസ്റ്റ് ഞാൻ ഒരുപാട് ഈ കോളേജ് ചേർന്നപ്പോൾ ആ ഒരു സ്പോട്ട് കണ്ടതിന് ശേഷം എനിക്ക് അവിടെ കയറി വീഡിയോ എടുക്കണോ എന്നുള്ളൊരു ആഗ്രഹം വന്നു. സോ ഗൈസ്, അതാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെയുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല, ബട്ട് നമ്മൾ എടുത്തിരിക്കും. സപ്പോസ് എടുക്കും. പൊന്നളിയ, സത്യം പറയല്ലേ, എവിടെ നോക്കിയാലും വെയിലാണ്. ഒരു സ്ഥലത്ത് തണലില്ല. തണലെന്ന് പറയുന്ന സാധനം ഇവിടെ കാണുള്ളൂ. മീൻസ് ഞാൻ നിങ്ങൾ സൈഡിലൊരു റംബൂട്ടാൻ വെക്കുന്ന ഒരു പുള്ളിനെ കണ്ടോ? നമുക്കത് പുള്ളിനെ ജസ്റ്റ് മുട്ടി വെക്കാം. എങ്ങനെയാണെന്ന് ബ്രോ, ബ്ലോഗറാണ്. ഏത് ബ്ലോഗറാണ്? അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് കയറിയില്ല, കണ്ടപ്പോൾ ഒന്ന് വന്നതാ. ഇതെന്താ എങ്ങനെയത്? ഇത് ഒരെണ്ണം അത് 80, 250. 80. കുഴപ്പമില്ല, വീടെടുത്ത് കുഴപ്പമില്ല, ശരിയല്ല. ഗേസ് ഞാൻ റോഡ് സൈഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഊട്ടി റംബൂട്ടാന് 80, പിന്നെ അത് 150. അതിൻ്റെ സംഭവം അടിപൊളിയാ. എനിക്ക് ഇറങ്ങണം. ഇത് നല്ല പൈപ്പൊക്കെ എടുക്കാൻ കുഴപ്പമില്ല.
ഏതാണല്ലേ? ഇതിനെത്രയാണ്? ഓർമ്മ മതി. കൊടുത്തില്ലേ? പേരെന്താ പറഞ്ഞു? പെരിജിബി. അപ്പോൾ ഇവിടെ എത്ര ഉണ്ടാവും? ഇപ്പം ആഴ്ചയിൽ 2 ദിവസം ഉണ്ടാവും. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ദൂരത്തുനിന്ന് നോക്കിയപ്പോൾ അത് എന്താ പറയുക, റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, മറ്റേ മുള്ളമ്പയ. അതന്നെ അതാന്ന് ചോദിച്ചു. പിന്നെ അടുത്ത് നിന്നപ്പോൾ സ്ട്രോബെറി എന്ന് മനസ്സിലായി. നമുക്ക് ടേസ്റ്റ് നോക്കി എങ്ങനെയാണെന്ന്. നല്ല പഴുത്ത സാധനം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് സ്ട്രോബെറി ഒക്കെ ഭയങ്കര അയ്യോ കൊള്ള നമ്മളെ കണ്ടന്റ് വരാൻ കിടക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ വർക്കിന് പോയിരുന്നു. ആ വർക്കിന് പോയ പള്ളിയാണ് ഇതേ കാണുന്നത്. കണ്ടോ? ആ പള്ളിയാണ് ഞാൻ ഇന്നലെ വർക്കിന് പോയ പള്ളി. ഇവിടെ വെയിലറുകൊണ്ട് തണലന്വേഷിച്ചാണ് വീഡിയോ എടുക്കണം കേസ്. ഇത് രാവിലെ ഞാൻ കൊണകൊണന്നൊക്കെ സംസാരിച്ചത് എനിക്കറിയാം കേട്ടോ. അതെനിക്ക് മൂക്കുലിപ്പേടെ രാവിലെ ആയിട്ട് നല്ല ജലദോഷമായിരുന്നു. അതുകൊണ്ടാണ് മെയിനായിട്ട്. ഇപ്പം നമ്മുടെ ട്രൈപോഡ് വന്നിട്ട് നമ്മൾ വേറെ ലെവലിലെ വീഡിയോസ് എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി മൈക്കും കൂടി ഓർഡർ ചെയ്യണം. അതും കൂടി ഓർഡർ കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഒരു ഇൻഫാക്റ്റിക് ഇത് പൂർത്തിയായി. പിന്നെ അതിനുശേഷം പിന്നെ ക്ലാരിറ്റിയാണ് എല്ലാവരും പറയണത്. ക്ലാരിറ്റി അത് നമുക്ക് ഏകദേശം പയ്യാണ് സെറ്റാക്കാൻ പറ്റുള്ളൂ. അതങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല. ചേട്ടനൊക്കെ നമ്മൾ നോക്കാം, എല്ലാവരും നോക്കുന്ന കേസ്. എനിക്കൊരു കുളിർമാവും നമ്മുടെ ഇവിടെ എന്തായാലും കോളേജിൻ്റെ നേരെ ഇതുപോലെ ആദ്യമായിട്ട് ഇങ്ങനെ നടക്കണം. എന്നിട്ട് നേരെ ആ കടയിൽ എത്തിട്ടെ ഗേസ്. ഇവിടെയാണ് ഞാൻ ഇന്നലെ വർക്കിന് വന്നത് കേട്ടോ. ഓ ഗേസ്, എനിക്കറിയാം ബാക്കിൽ നല്ല വണ്ടി ഓടിക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ഞാൻ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയിരുന്നു. ഞാൻ മാക്സിമം നോയ്സ് കുറയ്ക്കാൻ നോക്കാം. ഓ മെയ്ക്ക് വാങ്ങിക്കണം, അതെന്തായാലും അർജൻറ്റാണ്. മെയ്ക്ക് വാങ്ങിക്കണം. എന്നിട്ട് കടയിലെത്തട്ടെ ഗേസ്. ഞാൻ ഉദ്ദേശിച്ച കട തുറന്നിട്ടില്ല ഗേസ്. ശരിക്കും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ മൂവാറ്റുപുഴ പോണ ഈ റൂട്ടില്ലേ, മറ്റേ ട്രാൻസ്പോർട്ട് റൂട്ട് എന്ന് പറയും. അപ്പോൾ ആ റൂട്ട് പോകുമ്പോൾ സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കുറേ കടകളുണ്ട്. അതിനകത്ത് പല കടകളിലും ഈ ഉപ്പിലിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചാണ്. എല്ലാം മിക്ക കടയിലും കാണാം. അത് ഈ മൂവാറ്റുപുഴ റൂട്ടിൽ മാത്രമേ കാണാറുള്ളൂ. പക്ഷേ അതിനുള്ളിൽ എന്തോ ഒരു ചെറിയൊരു സ്റ്റോറി എടുക്കുന്നുണ്ട്. അതെനിക്ക് അറിയണം. അതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇവിടെ ഇറങ്ങിയത്. പക്ഷേ ഇന്ന് ആ കട തുറന്നിട്ടില്ല. അതാണ് മെയിനായിട്ട് കാര്യം. അവിടെ ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും കടയിൽ കയറി ചോദിച്ചാൽ അവർ മൂവാറ്റുപുഴക്കാരാണല്ലോ, ചോദിച്ചു നോക്കാം. ആരും അങ്ങനെ എല്ലാവരും പണിത്തിരക്കിലാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ആൻസർ ഇട്ടത് ഞാൻ ഇവിടെ നിന്ന് പോകില്ലെന്ന് ഉറപ്പാണ്. ആൻസർ കിട്ടിയിട്ട് പോകും. സോ സെറ്റാക്കില്ല. എടാ ഞാനൊരു ബ്ലോഗറാണ്. യൂട്യൂബിലൊരു വീഡിയോ ചെയ്യുന്ന ആളാണ്. ഒരു പ്രശ്നം ചെയ്യാനില്ല. അല്ല കുറേ ഡൗട്ടാണ്. ഞാൻ ഈ ഡയറി പഠിക്കുന്നു. ഞങ്ങൾ ഈ മൂവാറ്റുപുഴ പോകുന്ന ഈ റൂട്ടില്ലേ, എൻ്റെ വീട് പെരുമാറാം കേട്ടോ. മൂവാറ്റുപുഴ പോകുന്ന റൂട്ട് മൊത്തം ഈ ഉപ്പിലിട്ട സാധനങ്ങളുടെ കട. എന്ത് ഞാൻ പക്ഷെ മൂവാറ്റുപുഴക്കാരോട് ചോദിച്ചപ്പോൾ അതിന് എന്തൊരു സ്റ്റോറി ഉണ്ടെന്നൊക്കെ ചരിത്രം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ചരിത്രം എല്ലാ സ്ഥലങ്ങളിലും അവിടെ ഉണ്ട്, പിന്നെ ഇവിടെ ഉണ്ടല്ലോ. ആ പോണ വെച്ചാൽ എല്ലാ കടയിലും ആരാണ്ട് ഫസ്റ്റ് തുടങ്ങി കായക്കിന് കാർന്നൊരു ആയം തുടങ്ങി. അതിന്റെ ഇപ്പുറത്തെല്ലാം ആ വീട്ടിലെ ആ ചേച്ചി കൂടി തുടങ്ങി. അത് പ്രായമുള്ളായിരുന്നു. അങ്ങനെ അവര് തുടങ്ങിയ ശേഷം അവര് മരിച്ചു, അവരുടെ സ്ഥലം വിറ്റ്. അവര് തുടങ്ങി കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നത്തെ ആൾക്കാരല്ലാണ്ട് ഈ സംഭവം അവിടെ ഉണ്ട്. അല്ല വേറൊരു സ്ഥലത്തിന് അത് കണ്ടല്ലോ. ഇത് നമ്മള് പെരുമാറി ഈ റൂട്ടിന് പോകുമ്പോ എല്ലാ കടയിലും ഇങ്ങനെ ആദ്യം തുടങ്ങിയത്. ഫസ്റ്റ് അവരാണ് തുടങ്ങിയത്. കാർന്നൂരും കാർന്നൂറ്റും കൂടി അവിടെ ഭയങ്കര ബിസിനസ് ആയിരുന്നു. ഇഷ്ടം പോലെ സാധനമായിരുന്നു. അവിടെ എല്ലാ സാധനവും. ഇപ്പൊ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. ഇന്നിപ്പോ കുറെ ഇപ്പൊ എല്ലാം അടിച്ചു ചേർക്കുന്ന ആൾക്കാർ കച്ചവടം കണ്ടിട്ടുണ്ട്. ഭയങ്കര നല്ല മോട്ട്. അപ്പൊ ഫോൺ എടുക്കുന്ന അതെ ചേട്ടൻ വരുന്നു. ദാഹം വന്നാറുണ്ട്. അവിടെ നിന്ന് ഇച്ചിരി മോര് വെള്ളം കുടിച്ചു. സെറ്റ് സാധനം. എൻ്റെ പൊന്നു സോഡിട്ട് അടിപൊളി വേറെ ലെവലായിട്ടും എന്തായാലും കൊള്ളായിട്ടും. ഞാനിവിടെ ഫോൺ നോക്കിയിരുന്നതുകൊണ്ട് എൻ്റെ മൂന്നാമത്തെ ബസ്സിൻ്റെ മിസ്സായി. മൂന്നാമത്തെ ബസ് ഇത് അടിപൊളി സ്ഥലം കേട്ടോ. ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി അടിപൊളി വൈബ് സ്ഥലം. കൊള്ളാം. ഇനിയിപ്പോൾ എന്താ ആ ലാസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അണ്ണൻ വണ്ടി എടുത്തു.
സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ ഇത്ര നാളെ കിടക്കാറുണ്ട്. എൻ്റെ പൊന്ന് കേസ് സത്യം ഒരിക്കലും പ്രതീക്ഷ പെട്ടെന്ന് വണ്ടി എടുക്കുമെന്ന്. അപ്പം നെക്സ്റ്റ് വീഡിയോ അവൻ്റെ വണ്ടി ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് ഓടിച്ച് നോക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. എനിക്ക് എത്ര പരിചയമൊന്നുമില്ല, എക്സിയാണ് വണ്ടി എടുത്തത്. നമുക്ക് എന്തായാലും അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കാം. ഓ കാറിൻ്റെ ഉള്ളിൽ പട്ടിക്കുട്ടി. കേസ് എന്തായാലും എക്സി അതായിരിക്കും നമ്മുടെ സെറ്റിനകത്ത വീഡിയോ. എൻ്റെ ഇപ്പം 3 ബസ് മിസ്സായി കേസ്. 3 ബസ് മിസ്സായ ഭയങ്കര വിഷമത്തിലാണ് ഞാൻ. എന്തായാലും വീട്ടിലെത്തുമ്പോഴേക്കും ഇപ്പോൾ ടൈം സ്റ്റോപ്പിനെ കുറിച്ച് എനിക്കറിയാൻ പാടില്ല. ബസ് അങ്ങനെ വിട്ടു പോവാണ്. എന്തായാലും ടൈം ഇപ്പോൾ ഒരു 3:30 കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വീട്ടിലെത്തുമ്പോഴത്തേക്കും ഒരു 5 മണി ആകും. അതുകൊണ്ട് വീഡിയോ ഇനിയിപ്പോൾ ചിലപ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും നൈറ്റ് ആയാലോ പേടിച്ചിട്ട് ഞാനിപ്പോൾ വീഡിയോ എൻ്റെ ആണ്. എന്തായാലും ഇനിയൊന്നും വേറെ ഒന്നും പറയാനില്ല. നെക്സ്റ്റ് വീഡിയോ നമ്മൾ അതായിരിക്കും എടുക്കാൻ പോണേ. എന്തായാലും വണ്ടി നമുക്കൊന്ന് ഫുള്ള് അടിയുള്ള അടി തല മുതൽ കാല് വരെ ഒന്ന് നോക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായത് എൻ്റെ ഈ മൂവാറ്റുപുഴയിൽ വരലുള്ള കാലം മുതൽ എനിക്കുള്ള ആഗ്രഹമാണ് ഈ ഒരു സ്റ്റോറി അറിയാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പിടിച്ച് പൊട്ടിച്ച് വരണ ഗൈസ്. ആയിട്ടാണ് ഇവിടെ അയ്യോ പടച്ചോണി.